ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നും വേറെ ഒന്നല്ല, ഒരു ചെറിയൊരു നാടിൻ്റെ പ്രശ്നമാണ്. നാടിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു 40ഓളം കുടുംബം താമസിക്കുന്ന ഒരു പൊന്മുടിക്കോട്ട എന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം വേറെ ഒന്നല്ല, റോഡ് പറ്റ മോശമാണ്. റോഡ് എന്ന് പറയാനില്ല, കുളമാണോ കുണ്ടാണോ പുഴയാണെന്നൊന്നും അറിയില്ല. മഴ പെയ്താൽ അത്യാവശ്യം നല്ല കുളം കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് മീനിനെ കൊണ്ടുപോയിട്ടാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ക്ലിപ്പ് ചെയ്യുക നമ്മളെ റോഡിൻ്റെ വീഡിയോ. കാരണം നമുക്ക് ഊരയ്ക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഒന്നാമതൊരു കാര്യം, അസുഖമില്ലാത്തവരെ ഊര ഒടിയും ആ റോഡിലൂടെ വന്നാൽ. രണ്ട് റോഡുണ്ട്. ഒന്ന് എടക്കയിൽ നിന്ന് നമ്മുടെ ആണ്ടിക്കാവലയിൽ നിന്ന് പൊന്മുടിക്കോട്ടേക്ക് വരുന്നത്, നമ്മളെ കുപ്പക്കൊല്ലിൽ നിന്ന് പൊന്മുടിക്കോട്ടേക്ക് വരുന്നത്. രണ്ട് റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കിപ്പോൾ നമ്മളെ വീഡിയോയിലൂടെ കാണാം. അപ്പം നിങ്ങൾ ഇത് തീർച്ചയായും ഷെയർ ചെയ്യണം. ഇതിൻ്റെ അധികൃതരെടുത്ത് നമ്മൾ ഈ വീഡിയോ എത്തിക്കണം. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തിട്ട് പിന്നെ നിങ്ങളെല്ലാം വലിയ നിർദ്ദേശങ്ങൾ വേണം. നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. കാരണം ഒരു നാടിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കി കിട്ടണം എന്നൊരു ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കൂടുതലൊന്നും പറയാനറിയില്ല. അപ്പോൾ നമ്മൾ റോഡിൻ്റെ ദയനീയാവസ്ഥ നിങ്ങൾക്ക് ഈ വീടിന് തൊട്ട് പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ വിലയിരുത്തുക. എന്നിട്ട് നിങ്ങളെ വിലയേറെ നിർദ്ദേശം കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോവാ എങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ പൊന്മുടിക്കോട്ട റോഡ്. കാരണം ഇവിടെ അമ്പലങ്ങളുണ്ട്, ഒരു പൊന്മുടിക്കോട്ട പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. അവിടെ വരുന്ന ജനങ്ങൾക്കും നാട്ടുകാർക്കും പിന്നെ ഇവിടെ പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഇവിടെ കടുവയുണ്ട്. അത് വീഡിയോ വേറെ വരുന്നുണ്ട്, കടുവേൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ ഈ റോഡിൻ്റെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും തീരുമാനമാക്കണം. നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കേട്ടോ.
മടങ്ങിടും